ഉണ്ടായിരുന്നു. അവൻ വന്നിട്ടില്ല. കാര്യമില്ല. ഈ ആഴ്ച 3ാമത്തെ തവണയാണ് ഞങ്ങൾ ഈ വീട്ടിൽ വരുന്നത്. നാളെ ബാങ്കിൽ വന്ന് പണം അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ജപ്തി നടപടി സ്വീകരിക്കും. തൽക്കാലം ഞങ്ങൾ പോവാ. ഓ എന്റെ ദൈവമേ, ഈ വയസ്സുകാലത്ത് ഞാൻ എന്തൊക്കെ കാണണം. മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശി, എനിക്ക് വിശന്നിട്ട് വയ്യ. മുത്തശ്ശി എന്തെങ്കിലും കഴിക്കാൻ താ മുത്തശ്ശി. മുത്തശ്ശി, എനിക്ക് വിശന്നിട്ട് വയ്യ. അമ്മ ഇപ്പൊ വരും. അമ്മ വന്ന് കറി വെച്ചാ നമുക്ക് ചോറ് തിന്നാലോ. അച്ഛനെ പൊന്നുമോളെവിടെ? മോളിങ്ങോട്ട് വന്നേ. നീ വന്നോ? ബാങ്കിൽ നിന്നും ആള് വന്നിരുന്നു. നാളെ ബാങ്കിൽ വന്ന് പണടിച്ചില്ലെങ്കിലേ ജപ്തി ചെയ്യുമെന്നാ പറഞ്ഞേ. ജപ്തിയോ? ജപ്തിയെങ്കിൽ ജപ്തി. അല്ല, എവിടെ അവിടത്തെ ഉദ്യോഗസ്ഥ? ഞാനേ ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞിട്ടും ഓള് പോവാ. അപ്പൊ പിന്നെ അവള് തന്നെ അടയ്ക്കട്ടെ ലോണൊക്കെ. അവളങ്ങോട്ട് വിളിക്കാനാ പറഞ്ഞേ. അവള് വന്നിട്ടില്ല. ഇപ്പൊ രാത്രി മണിയായി. പിന്നെ എന്ത് പേടിക്കാൻ? ലോണൊക്കെ ഓളെന്നെ അടച്ചോളും. നീ വെറുതെ അനാവശ്യം പറയണ്ട. അവളും മോനും ഡോക്ടറെ കാണിക്കാൻ പോയതാ. ഓ, അവിടെ തന്നെ കാണോ? ഇങ്ങോട്ട് കേറുക. ഇന്ന് മുതൽ ഇതന്റെ കൂടി വീടാ. മോളെ ഇങ്ങോട്ട് വന്നേ. ഇതാരാ വന്നേ നോക്കിയേ. ഈ മാമൊക്കെ കൊണ്ടുവന്നേ നോക്കിയേ. മോക്ക് മാമന്റെ ഇറച്ചിയും പൊറാട്ടിയും ഒക്കെ കൊണ്ടുവന്ന് കഴിയും. മോളിങ്ങോട്ട് വന്നേ. വേണ്ട, എനിക്ക് വേണ്ട. അമ്മ പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്ത ആഴത്തിൽ നിന്നും ഒന്നും വാങ്ങരുതെന്ന്. ഒരമ്മയുടെ ഒരു ഉപദേശം അനുസരിക്കേണ്ടി കാണിക്കാതെ പോയി വാങ്ങടി. ഓളകത്ത് പോ. കള്ളും കുടിച്ച് വന്നേക്കാം. എന്റെ മക്കളെ കാര്യം നോക്കാനേ എനിക്കറിയാം. പോയി വീട്ടിലെ വല്ല മൂളിനങ്ങോട്ട് പോയിരിക്കാൻ നോക്ക്. ഇങ്ങോട്ട് വാടി. മാമന്റെ മോളിങ്ങോട്ട് പോ. മാമന്റെ മോളിങ്ങോട്ട് വന്നേ. വീട്, എന്റെ വീട്. മുത്തശ്ശി മുത്തശ്ശി. എടാ, എന്റെ കുഞ്ഞിനെ എന്താണ് ചെയ്യുന്നത്? വിടാനാ പറഞ്ഞേ. നേരാൽ ഈ വീട്ടിന്റെ പടി കടന്നു പോകരുത്. നിന്നെ ഞാൻ. അയ്യോ അമ്മേ, ആരാ ഓടിപ്പോയത്? എന്താ ഉണ്ടായത്? എന്താ? സ്വന്തം കുഞ്ഞിനെ കാക്കേണ്ടവൻ അതിനെ വേട്ടപ്പട്ടിയുടെ മുന്നിട്ട് കൊടുത്തിട്ട് ബോധല്യാണ് കിടക്കണണ്ടില്ലേ. ആ മോളെ, ബാങ്കിൽ നിന്നും ആള് വന്നിരുന്നു. മുത്തശ്ശി, അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം അമ്മ പോയി കിടക്കട്ടെ. അല്ല മോളെ, ഡോക്ടർ എന്തു പറഞ്ഞു? അച്ഛൻ എന്താ അമ്മയുടെ കൂടെ ഡോക്ടറെ കാണിക്കാൻ വരാഞ്ഞത്? എന്റെ അമ്മയുടെ കൂടെ ഡോക്ടറെ കാണിക്കാൻ പോവാനേ. ഓക്ക് ക്യാൻസർ ഒന്നല്ലോ. ഉദ്യോഗസ്ഥലെത്തു. നിങ്ങൾ എന്താ പറഞ്ഞേ? എനിക്ക് ക്യാൻസർ ഒന്നും അല്ലല്ലോ എന്നല്ലേ? അതെ, എനിക്ക് ക്യാൻസർ തന്നെയാ. മോളെ, തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയല്ലേ. മുത്തശ്ശി, അമ്മ പറഞ്ഞത് സത്യാ? ഓ എന്റെ ദൈവമേ, ഇതിന് മാത്രം പാവം ഞാൻ ചെയ്തില്ല. ഇനി ഞങ്ങൾ എങ്ങനെ പരീക്ഷിച്ച് മതിയായില്ലേ. മോളെ, ഈ ഒരു കാര്യം ചെയ്യും. ഒരൽപ്പം വിഷം വാങ്ങി നമുക്കെല്ലാവർക്കും ഒരുമിച്ചില്ലാതാകാം. എന്തിനാണമ്മേ നമ്മളില്ലാതാകുന്നത്? എന്റെ മക്കളുടെ അവകാശവും സ്വപ്നവും ഒക്കെ ഇല്ലാതാക്കാനോ? ജീവിതമാകുമ്പോൾ പല പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയൊക്കെ
തരണം ചെയ്യല്ലേ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എടുത്തു മാറ്റേണ്ടത്. അല്ലാതെ നമ്മൾ ഇല്ലാതാകുകയല്ല വേണ്ടത്. മുത്തശ്ശി, എന്റെ അസുഖത്തെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. അതെ കൂട്ടുകാരെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇതോടെ എന്റെ ഏകാഭിനയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.